C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളെ കണ്ടാലേ ശ്രീരാമന് സീതയാണെന്നേ തോന്നാവൂ. എന്റെ അമ്മേ, അവിടെ നമ്മളെ ശ്രദ്ധിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. എത്ര സിനിമാ താരങ്ങൾ വരുന്ന സ്ഥലമാണെന്നോ. സിനിമാ താരങ്ങൾ എത്ര വേണമെങ്കിലും വന്നോട്ടെ, പക്ഷേ നീയേ ഡീക്കയുടെ വൈഫാ, എന്റെ മരുമകളല്ലേ. ആ പ്ലേറ്റ് മതി നിനക്ക്, അത് മതി. എല്ലാവരും നിന്നെ തന്നെ നോക്കണം. അയ്യോ എന്റെ അമ്മേ, എന്നിങ്ങനെ പുകഴ്ത്തി കൊല്ലല്ലേ. ഞാൻ പുകഴ്ത്തതല്ല പേട്ടി, ഒരു ട്രൂത്ത് പറഞ്ഞതല്ലേ. ആ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇങ്ങനെയുള്ള അവസരത്തിലേ അവനെ നിനക്ക് അടുത്ത് കിട്ടത്തുള്ളൂ. കിട്ടുന്ന അവസരം മാക്സിമം മുതലാക്കണം. അതെ, ദീക്കയുടെ വിരൽത്തുമ്പി പിടിച്ച് തന്നെ നടന്നോണം. അയ്യേ, എനിക്കെങ്ങും വയ്യ. ഞാനെന്താ കൊച്ചുകുട്ടിയാ ഇങ്ങനെ വിരൽത്തുമ്പിലൊക്കെ പിടിച്ച് നടക്കാൻ? ആ മോളെ, നീ കൊച്ചുകുട്ടിയായത് കൊണ്ടല്ല, നീ അവന്റെ വൈഫായതുകൊണ്ടാ വിരലിൽ പിടിച്ച് നടക്കാൻ പറയുന്നത്. കല്യാണ സ്ഥലത്ത് അവന്റെ വിരലേന്നേ വിടാൻ പാടില്ല. എന്റെ പൊന്നമ്മേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യടാ, അതൊന്നും പറഞ്ഞു നോക്കത്തില്ല. ഇന്നത്തെ ദിവസം ജ്യോതി ദീക്കയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. അമ്മ പറഞ്ഞ പോലെ വിരൽ തുമ്പിന്നുള്ള പിടി ഒട്ടും വിടണ്ട. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതല്ലേ, നോക്കട്ടെ. ഇതുവരെ റെഡിയായില്ലേ? എത്ര നേരം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. എടാ, വൈഫിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുന്നോണ്ടേ ഒരു തെറ്റുമില്ല. അതൊക്കെ എന്റെ ഭർത്താവ് എന്തുമാത്രം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് അറിയൂ. ഇനിയും താമസിച്ച അവിടെ ചെല്ലുമ്പോ മുഹൂർത്തം കഴിയും. ഇതാ കഴിഞ്ഞു കേട്ടാ. ശിവ എവിടെയമ്മേ? അവൻ ബാൽക്കണിയിൽ നിൽപ്പുണ്ടല്ലോ. ശരി, ചെല്ലേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ ബേട്ടി? എന്താ അമ്മ? ഇപ്പൊ അവരെ കണ്ടാലേ ശ്രീരാമന് സീതയെ പോലെ ഇല്ലേ? അതെ അതെ. മായച്ചി, ഡികെക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? കല്യാണത്തിന് പോയതിന്റെയാണോ? അതൊക്കെ പോട്ടേന്ന് വെക്കാം. അതിന് ജ്യോതിയെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അതാണ് ഈ നിരാശയ്ക്ക് കാരണം. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ജ്യോതി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? കല്യാണത്തിന്റെ സദ്യയുണ്ട്, ഹായ് സൂപ്പർ എന്നും പറഞ്ഞു പോരാനാണോ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. രണ്ടുപേർക്കും അസൂയ തീരെയില്ല. അതെ, ഡികെ ഒരിടത്ത് പോകുമ്പോ ഭാര്യയല്ലാതെ പിന്നെ ആരെ കൊണ്ടുപോകണം? നമ്മളെയോ അതോ അമ്മയോ? ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. സ്ഥാനത്തിന്റെ വലിപ്പവും മഹിമയൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരിക്കലും DK പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ പോകേണ്ടി വന്നു. DKക്ക് ഒറ്റയ്ക്ക് പോയാ പോരെ? ഭാര്യയും കൂട്ടിപ്പോയി അപമാനിക്കപ്പെടണോ? അതെ, നാട്ടുകാരെന്ത് കരുതും? ആരാണിതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? കല്യാണം നടത്താൻ വന്ന മാമനും ഭാര്യയാണെന്നോ? ഒറ്റയ്ക്ക് പോയി നാണം കെട്ട പോരായിരുന്നോ ഡികെക്ക്? അതും സ്വന്തം ഭാര്യയുടെ മുന്നിൽ തന്നെ വേണമായിരുന്നോ? അവിടെ പോയി അപമാനിക്കപ്പെട്ടോ ആദരിക്കപ്പെട്ടോ എന്നൊന്നും നമുക്കിപ്പോ അറിയില്ലല്ലോ. എന്തായാലും അവര് വരട്ടെ, അപ്പൊ നമുക്കറിയാലോ. പേടിക്കണ്ട,
ഞങ്ങൾ വന്നത് നിന്നെ ആ എം പിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനൊന്നുമല്ല, നിന്നെ കൊണ്ടുപോകാനാ. നിന്റെ കത്ത് വായിച്ച നിമിഷം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചതാ, നീയും ശിവയും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്ന്. അമല, കണ്ടില്ലേ DKയും ഭാര്യയും വന്നത്? നിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തി തരാനാ ഇവര് വന്നത്. അമ്മയ്ക്ക് തെറ്റി. ഇവര് വന്നത് ഞാൻ വിളിച്ചിട്ടാ, എന്നെ കൊണ്ടുപോവാൻ. ഒരിക്കൽ അമ്മ ശിവയോട് ചെയ്ത തെറ്റ് എനിക്ക് തിരുത്തണം. ഏട്ടാ, ജീവിതത്തിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ ശിവയെ മാത്രം. അമലേ, നീ എന്താ പറഞ്ഞത്? വാടി ഇവിടെ. സഹദേവ, സഹദേവ, എന്താ മേഡം? ഇവളെ പിടിച്ച മണ്ഡപത്തിലെത്തിക്ക്. മോളെ വാ, മുഹൂർത്തത്തിന് സമയമായി. പറയാനല്ലേ പറഞ്ഞേ? കയ്യാങ്കളി വേണ്ട സഹദേവ. നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ വന്ന് വിളിച്ചപ്പോ DK പഴയതൊക്കെ മറന്നെന്നോ? എന്റെ അനിയൻ സ്നേഹിച്ച പെണ്ണ ഇവള്. ഇവൾ അവനെ ജീവനൂല്യം സ്നേഹിക്കുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളിപ്പോ ഇവളെ അങ്ങ് കൊണ്ടുപോവാ, അമരാവതിയിലെ മരുമകളായിട്ട്. ജ്യോതി, നന്നായിരിക്കട്ടെ എന്റെ കൃഷ്ണ. ഏട്ടന്റെ ഏട്ടത്തിന് അനുഗ്രഹം വാങ്ങിച്ചോളൂ. മയെ, ഒരു ഫോട്ടോ എടുക്കും. നിയമപരമായി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി മാറുകയും ചെയ്യും. പിന്നെ ആര് വിചാരിച്ചാലും നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല. ഏട്ടാ, ഇതൊക്കെ എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നേ. എല്ലാം അവസാനിച്ചെന്ന് കരുതിയത് ഏട്ടൻ. ഏട്ടനും ഏട്ടത്തെയും എന്റെ മുന്നിലേക്ക് വന്നപ്പോ സത്യത്തില് ഞാൻ തകർന്നു പോയി. എന്റെ അമ്മ പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് എന്റെ വിവാഹം നടത്താനാണ് നിങ്ങൾ വന്നതെന്ന് ഞാൻ കരുതിയത്. അങ്ങനെ തന്നെ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ എല്ലാം മാറിയത് അമല ജ്യോതിക്ക് എഴുതിയ കത്ത് വായിച്ചപ്പോഴാ. ഏട്ടാ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിന്? മക്കൾക്ക് പ്രായമായാൽ അവരുടെ വിവാഹം നടത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്.
ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവരാ നിങ്ങൾ. ചേരാനുള്ളത് എപ്പോഴാണെങ്കിലും മൈക്കിൾ കണ്ണൻ ഒരുമിച്ച് ചേർക്കും. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചതാ. എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കണ്ട. നിയമപരമായി നിങ്ങളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാ. നിങ്ങളെ എതിർക്കാൻ ഇനി ആർക്കും കഴിയില്ല. നിങ്ങളുടെ സ്നേഹം സത്യമായതുകൊണ്ടാ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചത്. അതെ, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അടുത്ത ചടങ്ങാവാ അല്ലേ അമ്മേ? യു ആർ കറക്റ്റ്. നിങ്ങൾ പോയി ഇവർക്ക് കൊടുക്കാനുള്ള പാലും പഴവും ഒക്കെ ഏർപ്പാട് ചെയ്യും. ചെല്ലു മക്കളെ. അമ്മയുടെ കാര്യം ഓർത്തുള്ള ടെൻഷനാണെങ്കിൽ ഇനി അത് വേണ്ട. അമല ഈ വീടിന്റെ മരുമകളായി കഴിഞ്ഞു. ഇനി എന്തു വന്നാലും ഈ ഏട്ടൻ നോക്കിക്കോളാം. പോരെ? എന്നാലും മായജി, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ പെണ്ണിന് എസ്കയോട് ഇപ്പോഴും ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ആര് കണ്ടു? ഒരു സിനിമാ നടി അമ്മായിയമ്മയായി ഈ വീട്ടിൽ വരികയെന്ന് വെച്ചാ ഒരത്ഭുതം തന്നെ. ഇതിലെന്താ ഇത്രയ്ക്ക് അത്ഭുതപ്പെടാനുള്ളത്? യഥാർത്ഥ സ്നേഹം ഇതാണ്. അമലത് തെളിയിച്ചു. വലിയ സിനിമാ നടിയാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ എടുത്ത് തലയെ വെക്കാനൊന്നും പോണ്ട. വലിയ ജാടയുള്ള കൂട്ടത്തിലാണോ അല്ലയോ എന്നൊക്കെ അറിയണ്ടേ? ആ കുട്ടിക്ക് അങ്ങനെ ഒരു ജാടയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ആ ഹിരൺമയ്ക്ക് കിട്ടിയ നല്ല ഒന്നന്തര അടിയാ. എസ്കെ പുച്ഛിച്ച് എന്തൊക്കെയാ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയത്? ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ആര് കണ്ടു? ഡികെയും ജ്യോതിയും കൂടി തട്ടിക്കൊണ്ടുവന്നത് ഒരു വലിയ സെലിബ്രിറ്റി സ്റ്റാറിനെയാ. അത് മാത്രമല്ല, മുടക്കിയത് ഒരു MP-യുടെ കല്യാണവും. എന്റെ കണക്കുകൂട്ടല് ശരിയാണെങ്കിൽ അമരാവതിയുടെ മുറ്റത്ത് ഇപ്പൊ ഒരു യുദ്ധം നടക്കും. കലിതുള്ളി ആ ഹിരൺമയി പോലീസും പട്ടാളവുമായിട്ട് ഇപ്പൊ ഇങ്ങെത്തും. അയ്യോ, പോലീസോ? സഹദേവ, പിടിച്ചോണ്ട് വാ ഇവളെ. ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ നിന്റെയൊക്കെ ശവം ഇവിടെ വീഴും. മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ അച്ഛനമ്മമാർ ജീവിക്കേണ്ടത്. ഇപ്പൊ എന്റെ മകന്റെ വൈഫായി ഇവള്. ഇവിടെ നിന്ന് എന്റെ കുട്ടികളെ ശപിക്കരുത്. നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ ഇവിടെ വന്ന് കളിച്ച നാടകം മുഴുവൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ വന്നതെന്നോ? നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നേനെ. ദാ ഈ കത്തിന്റെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ ദാ വായിച്ചു നോക്ക്.
ഡീ അപ്പോ നീയെല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണല്ലേ? നിന്നെ വിവാഹം കഴിക്കാമെന്ന MP വിഘ്നേശ്വർ മൂർത്തിയോട് ഞാൻ എന്ത് സമാധാനം പറയും? അവരോടൊക്കെ ഊണും കഴിച്ചിട്ട് സമാധാനത്തോടെ പോവാൻ പറയണം. ഈ പാവങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മകളെ കാണാൻ വരാം. ഇപ്പൊ ഇത് നിങ്ങളുടെ ബന്ധുവീടാ. വേണമെങ്കില് മകളോടൊപ്പം കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോവാം. ഇനി പഴയ വൈരാഗ്യമൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. കുടിക്കാൻ തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ? നല്ല തണുത്ത ജ്യൂസ് തന്നെ കൊണ്ടു കൊടുക്കു ചിത്രേ. ഇവരൊന്ന് തണുക്കട്ടെ. മതി അപമാനിച്ചത്. നിങ്ങൾക്കറിയില്ല എന്റെ സങ്കടം. DK, ഇപ്പൊ ഞാൻ പോവാ. ഈ നിമിഷം മുതൽ നിങ്ങൾ മാത്രമല്ല, ഇവളും എന്റെ ശത്രുവാ. അവളെ അവനെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേറൊരു പ്രശ്നമുണ്ട് മാഡം. എന്താ സംഭവം അറിഞ്ഞ് വിഘ്നേശ്വരന്റെ അമ്മ ബോധം കെട്ടി വീണു മാഡം. ഇപ്പൊ ഹോസ്പിറ്റലാ. വിഘ്നേശ്വർ നേരെ അങ്ങോട്ടാ പോയിരിക്കുന്നത്. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ മാഡം? വേണ്ട വേണ്ട, എനിക്കാരെയും കാണണ്ട. അവളെ മരുമകളായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ സ്ത്രീയാ. പാവം, എന്റെ മോൾ ഇങ്ങനെ ചതിക്കുമെന്ന് അവരറിഞ്ഞില്ലല്ലോ. നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല മാഡം. നിയമവും പോലീസും എല്ലാം അവർക്ക് അനുകൂലമാണ്. കോടതി പോയാലും അമലമോള് പറയുന്നത് അവര് കേൾക്കൂ. ഞാൻ ഒരു കോടതിയിലും പോകാൻ പോകുന്നില്ല സഹദേവ. അവൾ എന്നോട് പകരം വീട്ടിയതാ. പണ്ട് അവനെ ഉപദ്രവിച്ചതും ഭ്രാന്താശുപത്രിയിലാക്കിയതും എല്ലാം അവക്ക് വേണ്ടിയായിരുന്നു. അവളുടെ കരിയറിനും ഉയർച്ചയ്ക്കും വേണ്ടിയായിരുന്നു. പറഞ്ഞിട്ട് എന്താ മാഡം കാര്യം? അമലമോൾ അവനെ മറന്നില്ലല്ലോ. ഒടുവിൽ മാഡത്തെ ചതിച്ച് അവന്റെ കൂടെ തന്നെ പോയില്ലേ? ചതിച്ചത് അവള് മാത്രമല്ല സഹദേവ, ആ DK. അയാൾ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പറഞ്ഞ വാക്കിന് നെറിയില്ലാത്ത പ്രവൃത്തി കാണിച്ചത് അവനാ. കല്യാണം നടത്തിത്തരാന്ന് വാക്ക് പറഞ്ഞിട്ട് അയാളും ഭാര്യയും ചേർന്ന് അവളെ പിടിച്ചോണ്ട് പോയി. മാഡം, നമ്മുടെ പ്ലാൻ അമലമോള് നേരത്തെ മനസ്സിലാക്കി. ശിവ വരാതിരിക്കാനാണ് DK വിളിച്ചതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മോൾ ആ ജ്യോതിക്ക് കത്ത് കൊടുത്തു വിട്ടത്. അതാ എല്ലാം കുഴപ്പിച്ചത്. അവക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവളാ ഞാൻ. ആ എന്നെ ചതിച്ചിട്ട് പോയി അവളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. മാഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എങ്ങനെയും അമലമോളെ നമുക്ക് തിരിച്ചുകൊണ്ടുവരണം. സിനിമയിൽ അഭിനയിപ്പിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല സഹദേവ. അമരാവതിയുടെ 7 അയലത്ത് ചെല്ലാൻ അവൾ എന്നെ സമ്മതിക്കില്ല. പിന്നെ എന്തു ചെയ്യും മാഡം? ആ വിഘ്നേശ്വർ സാറ് തൽക്കാലം പോയെന്നേ ഉള്ളൂ. സംഭവിച്ച ഓരോന്നിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും. അയാളെ ചതിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മാഡത്തിന് തോന്നുന്നു. നീ ഇല്ലാതെ എനിക്കിനിയൊരു ജീവിതം ഇല്ല ശിവ. പഴയതൊന്നും നീ മറന്നില്ലല്ലേ? എനിക്കെങ്ങനെ മറക്കാൻ പറ്റും ശിവ? എനിക്ക് വേണ്ടി നീ സഹിച്ച വേദനകളൊക്കെ ഓർത്ത് എത്രയോ രാത്രി ഞാൻ ഉറങ്ങാതെ കരഞ്ഞിരുന്നിട്ടുണ്ടെന്നറിയോ? നിനക്കൊരു കാര്യം അറിയോ ശിവ? നീ ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എത്ര വിഷമിച്ചു. എന്റെ അമ്മ നിന്നോട് ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ശിവ. അത്രമേൽ എന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? അന്ന് ആ കല്യാണപ്പന്തലിലേക്ക് കടന്നു വരുമ്പോ അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നൊന്നും ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല.
ആരൊക്കെയോ ചേർന്നെന്നെ മർദ്ദിച്ചതും പിന്നെ തലക്കടിയേറ്റ് വീണതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരുമ്പോ ഞാൻ ഏതോ ഭ്രാന്താശുപത്രിയിലായിരുന്നു. ബോധം വരുമ്പോ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോ ഏട്ടൻ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു. ഏയ്, പഴയതൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മൂഡ് കളയുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞ്? അന്നാണ് MP വിഘ്നേശ്വര മൂർത്തിയായിട്ടുള്ള എന്റെ വിവാഹം അമ്മ തീരുമാനിച്ചത്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാ ശിവ. എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ പോരാൻ വേണ്ടി മാത്രം ഞാൻ സിനിമ വേണ്ടെന്ന് വെച്ചത്. നീ ഹാപ്പിയല്ലേ ബേട്ടി? മോളെ, നീ ധൈര്യമായിട്ടിരിക്കേ. മൂകാംബിക പോയി തിരിച്ചു വരുമ്പോഴേക്കും അവൻ മാറും. ദേവി അവന്റെ മനസ്സ് മാറ്റും. ഐ ആം ഷുവർ. ഗെറ്റ് റെഡി. ചലോ മൂകാംബിക. ദേവി അവനെ നിന്റെ മാത്രം ഹസ്ബൻഡാക്കി മാറ്റും. പ്രാർത്ഥിച്ചു. സുപ്രിയ, നീ ഒരുപാട് തവണ പോകാൻ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു മൂകാംബിക. എത്രയോ വട്ടം നീ എന്നോട് ആവശ്യപ്പെട്ടതാ മൂകാംബിക ദേവിയെ തൊഴാൻ പോകണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. ഒടുവിൽ ഒരുമിച്ച് പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പേ നീ ഒറ്റയ്ക്ക് മറ്റൊരു ലോകത്തേക്ക് പോയി. ഞാനിതൊന്നും മറന്നതല്ല. നമ്മൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച സ്ഥലത്ത് നീ ഇല്ലാതെ ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ. പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഞാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോ ഒരുപാട് കാലത്തിന് ശേഷം ജ്യോതി നിന്റെ ഓർമ്മകളെയും സ്വപ്നങ്ങളെയും എവിടെ നിന്നോ കണ്ടെടുത്ത് കൊണ്ടുവന്നു. അമ്മയും ജ്യോതിയും ഒരുപാട് നിർബന്ധിച്ചു. നീയില്ലാതെ കുടജാദ്രിയിലേക്കോ മൂകാംബിയിലേക്കോ വരാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷേ ഈ യാത്ര നിനക്ക് സന്തോഷാവുമെന്ന് എനിക്ക് തോന്നി. ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു, നീ മരിച്ചാൽ നിന്റെ ആത്മാവ് കുടജാദ്രിയിലും സൗപർണിക തീരത്തും സർവജ്ഞ പീഠത്തിന്റെ ആത്മചൈതന്യത്തിലും പാറിക്കളിച്ച് നടക്കുന്നുണ്ടാവുമെന്ന്. സുപ്രിയ, നീ ഇപ്പോഴും കുടജാദ്രിയിൽ എന്നെയും കാത്തിരിക്കുന്നുണ്ടോ? എന്താ സ്വാമി കാര്യം? ഒരു യാത്ര തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെ, അത് സ്വാമി എങ്ങനെ അറിഞ്ഞു? ദേവി കാണിച്ചു തന്നു. പവിത്രമായ സ്ഥലമാണത്. ലോകത്തിലേറ്റവും പരിപാവനമായ പുണ്യസ്ഥലം. പ്രകൃതിയും നീചസങ്കല്പങ്ങളുമെല്ലാം മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്നാൽ ഈശ്വരനെ തൊട്ടറിയാം. പക്ഷേ കുട്ടിയൊന്ന് സൂക്ഷിക്കണം. എന്താ സ്വാമി? കുട്ടിയുടെ കാര്യത്തിലല്ല, കൂടെയുള്ള ആളിന്റെ കാര്യത്തില. സ്വാമി ആരുടെ കാര്യം ഉദ്ദേശിച്ചത്? ഭർത്താവല്ലേ കൂടെ വരുന്നത്? ഭർത്താവ് മാത്രല്ല, അമ്മയും കൂടെ പോകുന്നുണ്ട്. താരച്ചി ഒന്ന് മിണ്ടാതിരുന്നേ. എന്താ സ്വാമി, വിശദമായിട്ട് പറയൂ. കയ്പും മധുരവും ഒരേ പാത്രത്തിലാണല്ലോ കുട്ടിയെ. സ്വാമി ആരെയാ കയ്പെന്ന് ഉദ്ദേശിച്ചത്? ഞങ്ങളെയാണോ? കുട്ടി, സത്യം ആരെയും തേടിപ്പോകാറില്ല, അത് സ്വയം വെളിപ്പെടാറേ ഉള്ളൂ. ക്ഷമിക്കണം സ്വാമി, ഇവരുടെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുക. സ്വാമി പറയൂ,
എന്റെ ഭർത്താവിന് എന്താ പ്രശ്നം? അയാളുടെ ഉദ്ദേശ്യം കുറച്ച് നിഗൂഢമാണ് കുട്ടി. ചിലപ്പോ അയാള് നിങ്ങളോടൊപ്പം തിരികെ വരണമെന്നുമില്ല. അയാളുടെ ആഗ്രഹം മറ്റൊന്നാണ്. അതെന്താണെന്ന് വഴിയെ കുട്ടിക്ക് മനസ്സിലാവും. ആ സമയത്ത് പരിഭ്രമിക്കാതെ സമചിത്തതയോടെ അതിനെ നേരിടണം. സ്വാമിക്ക് ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ദൈവം വന്ന് മുൻകൂട്ടി പറഞ്ഞു തരുമോ, അതോ സിനിമയിലെ പോലെ വിഷ്വല് കാണിച്ചു തരുമോ? പരിഹസിച്ചോളൂ കുട്ടി. ഏയ്, ഞാൻ പരിഹസിച്ചതല്ല. സ്വാമി, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിക്കൂ കുട്ടി. അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. എന്നെ കുറിച്ച് എന്താ സ്വാമിക്ക് തോന്നുന്നത്, ഒന്ന് പറയാവോ? തൽക്കാലം ക്ഷേത്രത്തിൽ സംഭവിച്ചതൊന്നും ഡിക്കയോട് പറയണ്ടെന്ന് ഞാൻ ജ്യോതിയോട് പറഞ്ഞിട്ടുണ്ട്. ആരാ മായച്ചി അയാള്? എനിക്കറിയില്ല. എന്റെ ഓർമ്മയില് എനിക്കങ്ങനെ ശത്രുക്കളില്ല. പിന്നെ ഇതാരാ? അവരെന്തായാലും മായച്ചിയെ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാ. ഇനിയിപ്പോ ആ തിരുമേനി പറഞ്ഞതുപോലെ പണ്ടത്തെ കാമുകന്മാരിൽ ആരെങ്കിലും ആണോ? അല്ല, പണ്ട് മായച്ചി കട്ട തേപ്പുകാരിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തേപ്പ് കിട്ടിയ ആരെങ്കിലും ആണോ? ഓടി എവിടുന്ന് അഹങ്കാരം പറയാതെ. മായച്ചി ഒന്ന് ഓർത്ത് നോക്ക്. എടി, എന്റെ ഓർമ്മയിൽ അങ്ങനെ ആരുമില്ല. അപ്പൊ ഒരു പ്രേമത്തിന്റെ ബാക്ക് സ്റ്റോറിക്ക് സ്കോപ്പ് ഇല്ലല്ലേ? ഇല്ല, എനിക്ക് ഉറപ്പാ, അങ്ങനെ ആരുമില്ല. ഇനിയിപ്പോ വല്ല കൊട്ടേഷനും ആയിരിക്കും മായച്ചി. എന്തിന്? എനിക്കതിന് ആരാ ശത്രുക്കള്? ചിലപ്പോ നമ്മുടെ ശത്രു നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. ഒന്നുകൂടൊന്ന് ആലോചിച്ച് നോക്ക്. മറന്നുപോയൊരു ശത്രു എവിടെയെങ്കിലും ഉണ്ടോന്ന്? ഇല്ല, അങ്ങനെ ആരുമില്ല. പിന്നെ ആരാ ഇത്? ഇനി ആള് തെറ്റി വന്നതാണോ? അല്ല, അയാളുടെ ലക്ഷ്യം ഞാൻ തന്നെയായിരുന്നു, അതെനിക്ക് ഉറപ്പാ. എന്തായാലും ഞാനിതിന്റെ പിന്നാലെ ഒന്നും തിരഞ്ഞിറങ്ങാൻ പോവാ. എനിക്കറിയണം എനിക്ക് പിന്നിൽ ആരാണെന്ന്. അല്ല, അമ്പലത്തിൽ പോകുമ്പോ മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത്രയും ടൈം? ബ്യൂട്ടിഫുൾ മൈ ബേട്ട. ഇപ്പൊ നിന്നെ കണ്ടാലേ ഒരു സന്യാസി പോലുണ്ട്. കുടജാതിരി തന്നെ തപസ്സിരുന്നാലോന്നും ആലോചനയുണ്ട്. നോനോ ബേട്ട, അവിടെയുള്ള സന്യാസിമാരെ നീ കഷ്ടപ്പെടുത്തല്ലേ. ആ പാവങ്ങള് സമാധാനമായിട്ട് അങ്ങോട്ട് ജീവിച്ചോട്ടെ. നമുക്ക് ഇറങ്ങാം. ഒരു മിനിറ്റ്, എനിക്ക് ഇവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മായ എവിടെ? മായച്ചി മുറിയിലുണ്ട്. മായേ, മായേ. എന്താ ഡിക്കെ? നിങ്ങൾ 3 പേരോടുമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് ഒരു നിയോഗമാണെന്ന് കരുതിയാൽ മതി. ഒരു വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാനുള്ളൊരു അവസരമായിരുന്നു. വീടിന്റെ കാര്യങ്ങൾ നോക്കണം. മായേ, നാളെ മുതൽ DK റെസ്റ്റോറന്റുകളുടെ ചുമതല മായയ്ക്കായിരിക്കും. തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കും DK?
അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാനാവില്ല. നീ എന്താ മോനെ പറഞ്ഞത്? തിരിച്ചു വരുന്നതിനെ പറ്റി ഇപ്പൊ പറയാനാവില്ലെന്നോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വരാം. ഞാൻ നിങ്ങളോട് വഴക്കിടാമെന്നല്ല കേട്ടോ. നിങ്ങള് മൂകാംബിക്ക് പോവാണെന്ന് അറിഞ്ഞു വന്നതാ. എനിക്കും മൂകാംബികയിൽ ഒരു നേർച്ചയുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ അവിടം വരെ പോകുന്ന സ്ഥിതിക്ക് എനിക്കൊരു യാത്ര ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ടാ. DK, എനിക്ക് വേണ്ടി നിങ്ങളൊരു സഹായം ചെയ്തു തരണം. കുറച്ച് പുണ്യം എനിക്കും കൂടെ കിട്ടട്ടെ, ഇല്ലേ അമ്മേ? ഈ യാത്രയിൽ നിന്നെ പോലെ പടുപാപിയായ ഒരാളോട് സംസാരിച്ചാൽ തന്നെ കിട്ടാനുള്ള പുണ്യം കൂടി നഷ്ടപ്പെടും. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പാപം കിട്ടുക കൂടി ചെയ്യും. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോണം. അയ്യോ അമ്മേ, അങ്ങനെ പറയല്ലേ. എനിക്കിപ്പോ തീർത്തും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി, അതുകൊണ്ടാ. നോ, ഞങ്ങൾ പോകുന്നതേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അങ്ങനല്ലമ്മേ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ അമ്മേ? നീ എങ്ങോട്ടെങ്കിലും ഗെറ്റ് ഔട്ട് ആക്കി പൊയ്ക്കോ, ഇല്ലെങ്കിലുണ്ടല്ലോ. നിങ്ങൾക്കെന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? തന്റെ ഒരു നമ്പറും ഇങ്ങോട്ട് വേണ്ട. ജ്യോതി പ്ലീസ്, ഇതെന്റെ നിർദോഷകരമായ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാ, അല്ലാതെ ആരും ദ്രോഹിക്കാനൊന്നുമല്ല. ഒരു മിനിറ്റേ, ദാ ഈ താലിയും ചരടും ഒന്ന് പൂജിക്കണം, അത്രേ ഉള്ളൂ. ഇതെന്റെ ഭാര്യയുടെ കഴുത്തിലിടാനാ. ഭാര്യയുടെ കഴുത്തിലിടാനോ? ഏത് ഭാര്യയെ കുറിച്ചാ നീ പറയുന്നേ? സൂര്യൻ നിന്റെ കയ്യിൽ നിന്ന് പ്രാണനം കൊണ്ട് ഓടിപ്പോയില്ലേ? ഇത് അവളുടെ കാര്യമല്ല, ഞാൻ പ്രിയയുടെ കാര്യമാ ഉദ്ദേശിച്ചത്. മതി, നിർത്തിക്കോ നിന്റെ അഹങ്കാരം. എന്റെ അനിയത്തിയുടെ കാര്യം തീരുമാനിക്കാൻ നീ ആരാ? ഭർത്താവ്, അവളുടെ ഭർത്താവ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.